ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റ് ആണ്. അപ്പം, ഇടിയപ്പം, റൈസ്, ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടെ ആയാലും സെർവ് ചെയ്യാൻ പറ്റിയ ഉഗ്രൻ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാക്കുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം മീഡിയം തീയിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. മീഡിയം തീയിൽ 1 മിനിറ്റ് നേരം വേവിക്കുക. ഈ സമയം 4 സവാള നീളത്തിൽ അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇനി ഇത് 8-10 മിനിറ്റ് നേരം മീഡിയം തീയിൽ ചെറുതായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റുക. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തീ കുറച്ച് വെച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർക്കാം. നന്നായി ഇളക്കുക. ചെറിയ തീയിൽ വെച്ച് 2 മിനിറ്റ് നേരം വേവിക്കുക. ഇനി 1/4 കപ്പ് ചൂടുവെള്ളം, 1/2 ടീസ്പൂൺ നാരങ്ങ നീര്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. മീഡിയം തീയിൽ 3 മിനിറ്റ് നേരം വേവിക്കുക. അതിനുശേഷം 4 പുഴുങ്ങിയ മുട്ട ചേർക്കാം. കത്തി കൊണ്ട് മുട്ട ഒന്ന് വരഞ്ഞിടുകയാണെങ്കിൽ മസാലകൾ നന്നായി പിടിക്കാൻ സഹായിക്കുന്നതാണ്. നന്നായി ഇളക്കുക. ചെറിയ തീയിൽ 3 മിനിറ്റ് നേരം വേവിക്കുക. 3 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. രുചികരമായ മുട്ട റോസ്റ്റ് റെസിപ്പി തയ്യാർ. അപ്പം, ഇടിയപ്പം, റൈസ്, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പം സെർവ് ചെയ്യാൻ പറ്റിയ ഉഗ്രൻ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.